ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 71ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീല, അവനീലാരും അനാദിലീലയത്രേ. അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ, അവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. സൃഷ്ടിസ്ഥിതിലയരഹിതമായ അവസ്ഥ ഒരിക്കലുമില്ല. പ്രപഞ്ചത്തിൽ ഇത് അനാദിയാണ്. ഈ പ്രക്രിയ അവിരാമവും. ഇതറിയുന്നവർ പരമാനന്ദം അനുഭവിക്കുന്നു. പുതിയ സൃഷ്ടികളില്ലാതെ സമനിലയെ, അതായത് നിശ്ചലതയെ പ്രാപിച്ച ആരും ലോകത്ത് നിൽക്കുകയില്ല. സൃഷ്ടി എന്ന് തുടങ്ങിയെന്നറിയാതെ ഒരു കളിയാണ്. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ മുഴുവനായും അറിയുന്നവനെ അളവല്ലാതെ, അതായത് അതിരറ്റ ആനന്ദം ഉണ്ടാകുന്നു. നമുക്കിതിനെ വിശദമായി ഒന്ന് പഠിക്കാം. സവനമൊഴിഞ്ഞ് സമത്വമാർന്നു നിൽപ്പീല. സൃഷ്ടി ചലനാത്മകത, സൃഷ്ടിരഹിതമായിട്ട് സമത്വമാർന്നു നിൽപ്പീല, നിശ്ചലത, സമനിലയെ പ്രാപിച്ച് നിൽക്കുകയില്ല. പ്രപഞ്ചത്തിലുള്ള സകലതും ചലനാത്മകമാണ്. സവനമൊഴിഞ്ഞ് സമത്വമാർന്ന് നിൽപ്പീൽ, അവനീലാരും അനാദി ലീലയത്രേ. പ്രപഞ്ചത്തിലുള്ള സകലതും ചലനാത്മകമാണ്. ചലനത്തെ വിട്ട് നിശ്ചലമായി ഒരു വസ്തുവും ഉണ്ടാകുകയില്ല. പ്രപഞ്ചത്തിലെ ചരങ്ങളുടെ പൊതു സ്വഭാവമാണ്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് നിശ്ചലമായ ഒരവസ്ഥ ഇല്ല തന്നെ. ഭൂമിയുടെ കറക്കമനുസരിച്ച് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. നിമിഷങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ഇതുണ്ടാകുന്നു. ഇതുണ്ടാകുന്നത് ഭൂമിയുടെ ചലനം കൊണ്ടാണ്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. സൂര്യനിലും ഒരുപാട് മാറ്റം വരുന്നു. ഭൂമിയിലുള്ള സകലത്തിനും അതുകൊണ്ട് ചലനാത്മകമാണ്. ഭൂമിയിലുള്ള സകലതും ചലനാത്മകമാണ്. ഓരോ സസ്യത്തെയും വീക്ഷിക്കൂ. അനുനിമിഷം മാറ്റം വരുന്നു. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും മാറ്റത്തിന് വിധേയമാകുന്നു. ഞാൻ ഇത് എഴുതുന്നതിന് മുമ്പുള്ള ഞാനല്ല, ഇപ്പോൾ മാറിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കോശവിഭജനവും നടക്കുന്നു. നമ്മുടെ ശരീരത്തിൽ കോശവിഭജനം നടക്കുന്നു. പിന്നീട് കേടുവന്ന് നശിക്കുന്നു. വൃക്ഷങ്ങളും അങ്ങനെ തന്നെ, മഴയും അങ്ങനെ തന്നെ. ഇത് അനാദിലീലയത്രേ. ഇതിൻ്റെ തുടക്കം അറിയില്ല. ചലനമില്ലാത്ത സ്ഥിതി ഒരു ജീവജാലങ്ങളിലും കാണില്ല. രസകരമാണിത്. ഉണ്ടായി നശിക്കുന്നതുവരെ എല്ലാം മാറ്റത്തിന് വിധേയമാകുന്നു. ഒന്നും സമനില പ്രാപിച്ചിരിക്കുന്നില്ല. കടലിലെ ജലം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ചലനമാണ്. ചലനമില്ലാതെ, മാറ്റമില്ലാതെ പ്രകൃതിയിൽ നമുക്കൊന്നും കാണാനില്ല. ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇത് അനാദിലീലയത്രേ എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാറ്റത്തിന് വിധേയമാകാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഈ മാറ്റം സൂക്ഷ്മതലത്തിലും സംഭവിക്കുന്നു. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും മാറ്റുന്നു. മാനസിക മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടിത്തം കാണിക്കുന്ന പ്രായമുണ്ട്. ഓരോ പ്രായത്തിലും നമ്മുടെ ചിന്ത, മനസ്സ് മാറുന്നു. ഓരോ പ്രായത്തിനനുസരിച്ച് നാം പെരുമാറാൻ പരിശീലിക്കുന്നു. നമ്മുടെ സംസ്കാരം അത് പഠിപ്പിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ പ്രകൃതിയിലെ മാറ്റം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തയിലും മനസ്സിനും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ ശ്രദ്ധയിലും മാറ്റം വരുന്നു. വൃദ്ധാവസ്ഥ പ്രാപിക്കുമ്പോൾ നമുക്ക് കാണാം മിക്കവരിലും ആത്മീയത, ഈശ്വരവിശ്വാസം വരുന്നു. കാരണം അവർക്ക് അരക്ഷിതാബോധം വരുന്നു.
അന്തരീക്ഷത്തിലും കാറ്റിലും കടലിലും വായുവിലും മാറ്റമുണ്ട്. എല്ലാറ്റിലും നമുക്ക് ചലനാത്മകത കാണാം. സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അനാദിലീലയത്രേ. മനസ്സിൻ്റെ താല്പര്യം നിറവേറ്റാനാണ് ശരീരം. മനസ്സിൻ്റെ താല്പര്യം നിറവേറ്റാൻ ശരീരത്തിന് പറ്റാതപ്പോൾ മനസ്സിലാക്കാം നമുക്ക് ശരീരത്തിൻ്റെ ക്ഷയം മനസ്സിനും ബാധിച്ചുവെന്ന്. ശരീരവേദന ശരീരപ്രായം സൂചിപ്പിക്കുന്നത് പോലെ മറവി മാനസിക ബുദ്ധിപരമായ പ്രായം സൂചിപ്പിക്കുന്നു. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പ്രപഞ്ചത്തിലെ സകലതും മാറ്റത്തിന് വിധേയമാണെന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നു. അവനിലുള്ള സകലതും മാറ്റത്തിന് വിധേയമാണ്. ഇതറിഞ്ഞ് നാം അതാത് സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം, മാറ്റിവെക്കരുത്. കുട്ടിക്കാലത്ത് പഠിക്കേണ്ട സമയം പഠിക്കണം. യൗവനത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ചെയ്യണം. മാറ്റിവെക്കുന്നതിനനുസരിച്ച് ക്ഷമത കുറയുന്നു. പ്രപഞ്ച സത്യം തിരിച്ചറിഞ്ഞ് മാറ്റത്തെ നാം സ്വീകരിച്ച് നമ്മുടെ കർമ്മശേഷിയും മാനസിക സമീപനവും മാറും. ഓരോ പ്രായത്തിലും ചെയ്യേണ്ടത് ചെയ്താൽ നമ്മുടെ കർമ്മശേഷി വർദ്ധിക്കും. മാറ്റം പ്രകൃതിയുടെ അനിവാര്യതയാണ് എന്ന വസ്തുത തിരിച്ചറിയണമെന്ന് ഗുരു ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത്, അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവന് അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. അതായത് സവനമൊഴിഞ്ഞ് നിശ്ചലാവസ്ഥ പ്രാപിച്ചവർ അവനിൽ ആരുമില്ല. ആരും മാറ്റത്തിന് വിധേയമാകാതെ സമനില പ്രാപിച്ച് നിൽക്കുകയില്ല. ഇത് അനാദി ലീലയത്രേ. പ്രപഞ്ച ഉൽപ്പത്തി തൊട്ട് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് അനാദി ലീലയാണ്. ഇതിൻ്റെ തുടക്കവും ആർക്കും അറിയില്ല. മാറ്റത്തിന് വിധേയമാണ് പ്രപഞ്ചം. ഇത് ശാസ്ത്ര സംബന്ധമാണ്. യുക്തി കൊണ്ട് ചിന്തിച്ചാലും ബോധ്യമാകും. മാറ്റം പ്രപഞ്ചത്തിൻ്റെ അനിവാര്യമാണ്. അങ്ങനെ ഭൂമിയിൽ സൃഷ്ടി സംഹാര പ്രക്രിയ അനാദി ലീലയാണെന്ന് ഗുരു ബോധിപ്പിച്ചു. പ്രപഞ്ച പ്രതിഭാസങ്ങളെ ഒരു കളിയായിട്ടാണ് ഗുരു ഇവിടെ പറയുന്നത്. ഗുരു പ്രപഞ്ചത്തിനപ്പുറത്തിരുന്ന് ആസ്വദിക്കുകയാണ്. പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം അഹോ നാടകം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നാം ഇതിൽ പെട്ട് കിടക്കുന്നു. കാഴ്ചക്കാർക്കാണ് ആസ്വാദ്യമുള്ളത്. നിരീക്ഷകന് മാത്രമേ ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ. നാം സുഖവും ദുഃഖവും അനുഭവിക്കുന്നു. നാം പ്രാരാബ്ധത്തിൽ മുങ്ങിക്കിടക്കുന്നു. നമുക്കെന്തെല്ലാം അനുഭവങ്ങൾ. ഓരോരുത്തരുടെയും ജീവിതം ഓരോ കഥയാണ്. അതവർ അഭിനയിച്ച് തീർക്കുന്നു. മാധ്യമത്തിൽ നാം പലതും കാണുന്നു, അറിയുന്നു. സിനിമയൊക്കെ നമുക്ക് ആസ്വാദ്യമാണ്. നമ്മുടെ ഈ ദാർശനികർ, അതായത് നാം പറയാറുണ്ട് ദർശിച്ചവർ, ജീവിതത്തെ ദർശിച്ചവർ. നമുക്ക് ജീവിത പ്രശ്നം കാര്യമാണ്. കാഴ്ചക്കാരന് ഇത് ചിരി വരും. അവിരളമാം ഇത് ആകവേ അറിഞ്ഞാൽ അവന് ആനന്ദമാകും. അവന് അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. പ്രപഞ്ച സത്യമറിഞ്ഞവരാണ് ഗുരുക്കന്മാർ, ദർശിച്ചവർ ദാർശനികർ. പ്രപഞ്ചത്തെ മുഴുവനായി കണ്ടവർക്ക് ഈ ലീലകൾ അവിരളമാണ്. എവിടെ നോക്കിയാലും പ്രപഞ്ചലീലകൾ, സൃഷ്ടിയുടെ ചലനാത്മകത ആകെ അറിയുന്നവർ അതിരറ്റ സുഖം അനുഭവിച്ചിടുന്നു. പ്രപഞ്ചത്തെ ആകെ അറിയുന്നവർ, പ്രപഞ്ച രഹസ്യം അറിയുന്നവർ അതിരറ്റ അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. നമുക്ക് പ്രപഞ്ചം ദുഃഖമയമാണ്. പ്രപഞ്ച സത്യത്തെ തിരിച്ചറിയുമ്പോഴാണ് അതിരറ്റ സുഖം അനുഭവിക്കാൻ പറ്റുക. പ്രപഞ്ചത്തെ അറിയുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് ഉയരേണ്ടതുണ്ട്. നാം നമ്മുടെ അനുഭവത്തിൽപ്പെട്ട് കിടക്കുകയാണ്. വേറൊരാളുടെ ജീവിതത്തെക്കുറിച്ച് പോലും അറിയാൻ പറ്റുന്നില്ല. ഗുരുവിന് പ്രപഞ്ചത്തെ മുഴുവനായും ഒന്നായി കാണുന്ന ഒരു സമഭാവനയുള്ളത് കൊണ്ട് അളവറ്റ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നു. അവനിയെ ആകെ കൂടി കണ്ട ദാർശനികനെന്ന ഗുരു നമ്മെ ആ തലത്തിലേക്ക് ഉയർത്തട്ടെ. ഹരി ഓം നമഃ ശിവായ.